ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തനി നാടൻ കേരള സ്റ്റൈൽ ചട്ടിച്ചോറാണ്. ചോറിൻ്റെ കൂടെ നമുക്ക് കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ പറ്റിയ ഒരു കറിയാണ് മുരിങ്ങാക്കറി. മുരിങ്ങയും പരിപ്പ് കൂട്ടിയിട്ടുള്ള കറിയാണ്. പിന്നെ മീൻ മുളകിട്ട കറി, ക്യാരറ്റും ബീട്രൂട്ടും കൊണ്ടുണ്ടാക്കിയ തോരനും, മീൻ പൊരിച്ചതും, ഓംപ്ലേറ്റും, കയപ്പക്ക വറുത്തതും, പപ്പടവും അച്ചാറും. ഇതാണ് നമ്മളെ ഇന്നത്തെ ചട്ടിച്ചോറിന് പ്രധാന ഐറ്റംസ്. ഈ രണ്ട് ചട്ടിയും പുത്തൻ ചട്ടിയാണ്. ഒന്ന് സാധാ മണ്ണിൻ്റെ ചട്ടിയും രണ്ടാമത്തത് മംഗലാപുരം ചട്ടിയുമാണ്. ഇത് കുറച്ച് നല്ല മിനുസം ഉണ്ടാവും, പക്ഷേ നല്ലത് നമ്മുടെ സാധാ ചട്ടി തന്നെയാണ്. ഇത് ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ കഞ്ഞിയും വെള്ളം ഇട്ട് പതപ്പിച്ച് കഴിഞ്ഞാൽ നല്ലതാണെന്ന് ആ ഷോപ്പിലുള്ള അവർ പറഞ്ഞിട്ടുണ്ട്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണേ. അത് തിളക്കുന്ന സമയം കൊണ്ട് പരിപ്പും മുരിങ്ങാക്കറിക്കുള്ള ഐറ്റംസ് കാണിച്ചു തരാം. 3 മുരിങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു കുക്കർ എടുത്തിട്ട് അതിൽ ഒരു 1/4 കപ്പിൻ്റെ മേലെ ഞാൻ പരിപ്പ് എടുത്തിട്ടുണ്ട്. തുവര പരിപ്പാണ് വേണ്ടത്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് മാറ്റി വെക്കണം. പരിപ്പ് കുറച്ച് കൂടിയാലൊന്നും പ്രശ്നമില്ല, പിന്നെ തീരെ കുറഞ്ഞു പോകാണ്ട് നിൽക്കണ്ട. ഇനി അടുത്തതായിട്ട് അതിൽ ഉള്ളി വേണം. ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുങ്ങനെ കട്ട് ചെയ്ത് ആ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഞാനിങ്ങനെ ഈ കൈ കൊണ്ട് ഇപ്പോൾ ഒറ്റൊന്ന് മാത്രം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ മുറിച്ചിടുന്നത്. അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡിലോ അല്ലെങ്കിൽ ചോപ്പറിലോ വെച്ചിട്ടാണ് കട്ട് ചെയ്യൽ. ഇനി ഒരു തക്കാളി, ഈ ഒരു തക്കാളിയേ വേണ്ടുള്ളൂ. തക്കാളിയും കട്ട് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ പച്ചമുളക് നീളത്തിലാണ് അരിഞ്ഞു വെക്കേണ്ടത്. അത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതും കൂടി കുക്കറിലിട്ട് ഇനി അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് ഗ്യാസ് മേൽ വെച്ച് കൊടുക്കുക. ഇത് മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് ഒരു 4-5 വിസിൽ വേണം. കാരണം വേവ് കൂടിയ പരിപ്പാണ്. പിന്നെ ആ ചുവന്ന പരിപ്പുണ്ട്, അതിന് മസൂർ ദാൽ എന്നാണ് പറയുക. അതിനാകെ 2 വിസിലേ വേണ്ടുള്ളൂ, വേഗം വെന്ത് കിട്ടും. ആ ടൈം കൊണ്ട് നമുക്ക് മുരിങ്ങക്കായ എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് കഷ്ണമായിട്ട് മാറ്റി വെക്കണം. ഇതുപോലെ ആദ്യം ഇതിൻ്റെ പുറമേയുള്ള തോലി കുറച്ചൊന്നിങ്ങനെ പരണ്ടിയിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് കത്തി കൊണ്ട് ഒരേപോലെയുള്ള സൈസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം. ഏത് കറി വെക്കുമ്പോൾ സാമ്പാർ വെക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ് മുരിങ്ങക്കായ്. കാരണം വേഗം വേകുന്ന ഒരു വെജിറ്റബിളാണ്. ഇതുപോലെ കട്ട് ചെയ്യണം. പരിപ്പും മുരിങ്ങക്കറിയും വെക്കുമെന്ന് എന്നോട് കമൻറ്റിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ട്. അയാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കറി മെയിനായിട്ട് വെക്കുന്നത് തന്നെ. ഞാൻ ഇതുപോലെ തന്നെ ഒരു നാടൻ ചോറും കറിയും എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലാണ് അവർ കമൻറ്റ് പറഞ്ഞത്. പരിപ്പ് വെന്തിട്ടുണ്ട്. നമുക്കിത് തുറന്നിട്ട് നോക്കാം. നല്ല സെറ്റായിട്ടുണ്ട്. ഇനി മുരിങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1-2 വിസിൽ, ഞാൻ 2 വിസിലാണ് അടിച്ചത്. കാരണം എൻ്റെ കുക്കറിൻ്റെ വേഗം വിസിൽ വരും. ഇനി ഇതിലേക്ക് അരപ്പ് നമ്മൾ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി എടുത്തിട്ട് അതിൽ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ വേറെ ഒന്നും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം കൂടി പോകണ്ട, മിക്സിയിലിട്ടിട്ട് നല്ലോണം അരച്ചെടുക്കണം. ഇതുപോലെ അധികം മഞ്ഞളിടാണ്ട് ഈ ഒരൊറ്റ ഈല് കിട്ടണം. ഇനി ഈ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അരപ്പ് ഒഴിച്ചതിന് ശേഷം മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുലുക്കിയിട്ട് വീണ്ടും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളതിലുള്ള ബാക്കി കിടക്കുന്ന അരപ്പ് വേസ്റ്റായി പോവാണ്ട് തന്നെ നമുക്കത് കിട്ടും. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പുണ്ടോയെന്നെല്ലാം നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ കുറച്ച് ഉപ്പ് കുറവേനോ, അതുകൊണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തൂമിക്കണം. ഇതിൽ കടുകും വറ്റൽമുളകും
വെളിച്ചെണ്ണയിൽ താളിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതും കൂടി കഴിഞ്ഞാലാണ് നമ്മുടെ മുരിങ്ങാക്കറി സെറ്റായിട്ട് വരുന്നത്. ഇത് എരിവില്ലാത്തതുകൊണ്ട് കുട്ടികൾക്കെല്ലാം ചോറിൻ്റെ ഒപ്പരം പ്ലെയിനായിട്ട് കൊടുക്കാൻ നല്ലതാണ്. അതുപോലെ മുരിങ്ങ നല്ല വെന്തിട്ടുണ്ട്. വെന്തടിയാണ്ടും ശ്രദ്ധിക്കണം. ഒരൊത്ത വേവ് തന്നെ കിട്ടണം. ഇതാ കണ്ടില്ലേ, നമ്മൾ മുരിങ്ങക്കറി സെറ്റായിട്ടുണ്ട്. ഇത് നമ്മൾ അധികവും ചോറിന് ഉച്ചക്ക് ഈ കറിയാണ് നമ്മൾ ഉണ്ടാക്കൽ. കാരണം ഇതിൻ്റെ ഒപ്പം മുളകിട്ട കറി മസ്റ്റാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ മീൻ മുളകിട്ട കറിയാണ്. അതിന് വേണ്ടി കുറച്ച് ചെമ്മീൻ, അതായത് കൊഞ്ചന്, പിന്നെ അയിലയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചായത് കൊണ്ടാണ് രണ്ടും കൂടി മിക്സാക്കിയത്. ഇത് മീൻ ക്ലീനാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ചെമ്മീൻ്റെ വീഡിയോ ഞാൻ നാടൻ ചോറും ചെമ്മീൻ ചാറും എന്നുള്ള ഒരു വീഡിയോ ഉണ്ട്, അതിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് കൈ കൊണ്ട് നല്ലോണം പിഴിഞ്ഞിട്ട് മാറ്റണം. കണ്ട ഇതുപോലെ നല്ല വെള്ളമുള്ള തക്കാളിയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി അതിൽ 1 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് നീളത്തിൽ, കാരണം പച്ചമുളക് അധികം എടുക്കുന്നില്ല, നല്ല എരിവുള്ള പച്ചമുളകാണ്. കുട്ടികൾക്ക് അധികം പച്ചമുളക് ഞാൻ യൂസ് ചെയ്യലില്ല. പിന്നെ ഇതാ പുളി, ഈ പുളിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് പൊതിർത്തിയതിന് ശേഷം നമ്മൾ അത് മീൻകറിയിലേക്ക് പിഴിഞ്ഞിട്ട് മാറ്റണം. ഈ ഒരു മീൻകറിയിൽ തക്കാളീൻ്റെ അളവും എരിവും പുളിയും എല്ലാം ഒത്തു വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള മീൻകറി നമുക്ക് കിട്ടും. ഇത് നമുക്ക് പത്തിലും ദോശക്കും എല്ലാത്തിനും കഴിക്കാൻ പറ്റുന്നതാണ്. ഇതാ പുളി ഇതുപോലെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് ഞാൻ അത്ര പറയുന്നില്ല, ആ ഒരു പുളീൻ്റെ ആ ഒരു കണക്ക് പോലെ ആയിരിക്കും. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും മെയിനായിട്ട് വേണ്ടത് മുളകിൻ്റെ പൊടിയാണ്. അത് ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എരിവുള്ള മുളകും എരിവില്ലാത്ത മുളകും ഉണ്ടല്ലോ, 2 മുളക്, അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് മുളക് പൊടിയാണ്. ഇതിൽ വേറെ മല്ലിപ്പൊടിയോ ഒന്നും ഇടുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിന് കണക്കായിട്ടുള്ള വെള്ളം കൂടിപ്പോണ്ട. പിന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയാൽ മതി. ഇടയ്ക്ക് മൂടി തുറന്നിട്ട് നമ്മൾ നോക്കണം. അത് ആ ഒരു സമയം കൊണ്ട് നമുക്ക് മീൻ പൊരിക്കാനുള്ള മസാല തയ്യാറാക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളകിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞളും പിന്നെ 1/4 ടീസ്പൂൺ പെപ്പറും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും പിന്നെ വെള്ളവും ഉപ്പും ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്യുക. ഈ അരപ്പിലേക്ക് ഞാൻ 2 തരം മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അയിലയും പിന്നെ മത്തിയും. നിങ്ങളതിന് ചാളാന്ന് പറയുമായിരിക്കും ചില ആൾക്കാർ, കാരണം കുറച്ചേ എടുക്കുന്നുള്ളൂ. കുട്ടികൾക്ക് അത്രേ കഷ്ണങ്ങൾ വേണ്ടുള്ളൂ. അത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാന് ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം. 2 ക്യാരറ്റും 1 ബീട്രൂട്ടും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം തൊലി കളഞ്ഞിട്ട് മാറ്റി വെക്കണം. ഇതാ ഞാൻ ഇതുപോലെ തൊലി കളഞ്ഞിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇത് ഞാൻ ചോപ്പറിലാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഈ ഒരു തോരന് നല്ല ടേസ്റ്റാണ്. നമ്മൾ വറവ് എന്നാണ് പറയുക, ഞാൻ പിന്നെ ഇതിലായതുകൊണ്ടാണ് തോരൻ എന്ന് പറഞ്ഞത്. ഇത് നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കും നല്ലതാണ്, നമുക്ക് ഹെൽത്തിനും നല്ലതാണ്. ക്യാരറ്റും ബീട്രൂട്ടും നല്ലൊരു വെജിറ്റബിൾ ആണല്ലോ, അത് ചോറിന് കൂട്ടാൻ അതും ഈ മുരിങ്ങക്കറീൻ്റെ ഒപ്പം അടിപൊളിയാണ്. അധികം എരിവൊന്നും ഉണ്ടാവില്ല. നമ്മളിതിൽ പച്ചമുളകൊന്നും ഇടുന്നില്ല. പാന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മീനുകളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് മീൻ പൊരിക്കുന്നതിൽ അധികം ആൾക്കാർക്കും അറിയായിരിക്കും. പിന്നെ ഒരു ചട്ടിച്ചോറിൻ്റെ ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ അതും നമ്മളെ നാടൻ ചോറായതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കുന്നത്. ചിലർക്ക് അറിയണമെന്നില്ലല്ലോ. അത് പൊരിയുന്ന സമയം കൊണ്ട് ഞാൻ തീ കുറച്ച് വെച്ചിട്ടാണുള്ളത്. ക്യാരറ്റ് ചോപ്പറിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ക്യാരറ്റും ബീട്രൂട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് പൊടിച്ച് കിട്ടും. കൈ കൊണ്ടാകുമ്പോൾ കുറേ ടൈം എടുക്കും, ഇതിലാകുമ്പോൾ വേഗം പണി കഴിയും. ഞാൻ ഉള്ളിയെല്ലാം ചോപ്പ് ചെയ്യാനാണെങ്കിൽ മെയിനായിട്ട് ഞാൻ എന്താക്കും, ഇതിലാണ് ഇട്ട് കൊടുക്കൽ.
കണ്ട നല്ലോണം പൊടിഞ്ഞ് വന്നിട്ടില്ല. ഇനി ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൽ നമ്മൾ ഒരു ഉള്ളി പിന്നെ പച്ചമുളക് ഒന്ന് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഞാനിതിൽ പച്ചമുളക് ഇടലില്ല, കുട്ടികൾ കഴിക്കുന്നതുകൊണ്ടാണ്, അവർക്ക് കടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾക്ക് വലിയ ആൾക്കാർക്കെല്ലാം ഉണ്ടാക്കുമ്പം ഇതിൽ നമ്മൾ 2 പച്ചമുളകെല്ലാം ഇട്ട് കൊടുക്കും. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മഞ്ഞളാണ്, അതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾ. പിന്നെ മുളകിൻ്റെ പൊടി 1/2 ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഉപ്പ് ഇട്ടിട്ട് മാറ്റി വെക്കുക. നമ്മളെ മീൻ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് നമ്മൾ കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇവിടെയുള്ള കുട്ടികൾക്ക് നല്ലോണം പൊരിയണം, അതിൻ്റെ മുള്ളോടെ അവർ കഴിക്കും. ചിലർക്ക് അധികം പൊരിയാണ്ടാണ് ഇഷ്ടം. നമ്മളെ മീൻ കറി ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തൂങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവയും ഞാൻ 2 ഇടലുണ്ട്. ആദ്യം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടിയും ആയിക്കഴിഞ്ഞാലാണ് നമ്മുടെ കറി നല്ല സെറ്റായി വരുന്നത്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്ന പോലെ അധികം എരിവൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇവിടെയുള്ള നമ്മുടെ ഭാഗത്തുള്ളവരെല്ലാം ഇങ്ങനെ തന്നെയാണ് മീൻ കറി ഉണ്ടാക്കുക. ചിലപ്പോൾ മാത്രമേ നമ്മൾ വാട്ടിയിട്ട് വെക്കാറുള്ളൂ. നെക്സ്റ്റ് നമുക്ക് വറവ് തോരൻ തയ്യാറാക്കാം. ഒരു പാത്രം എടുത്തിട്ട് അതിൽ നെയ്യ് ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഈ വറവ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീ കുറച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിച്ച് പോകും. നമ്മൾ അതിൽ വെള്ളം ഒന്നും ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ കൂടാണ്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കി ചെക്ക് ചെയ്ത് മാറ്റി വെക്കണം. നമ്മളെ തോരൻ റെഡി ആയിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നല്ല കളർഫുൾ ആയിട്ടില്ലേ. ഇത് ചോറിന് നമ്മൾ ചോറിന് കുട്ടികൾക്ക് ഇങ്ങനെ ഇത് കൊടുത്താൽ മതി. അപ്പം ചോറിൻ്റെ ഐറ്റംസ് എല്ലാം ഒരുവിധം സെറ്റായി. പിന്നെ ഓംപ്ലേറ്റും പപ്പടവും ഞാൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. ഇനി ഈ ഐറ്റംസിനെല്ലാം നമ്മൾ ചട്ടിയിലേക്ക് മാറ്റാൻ പോവാണ്. ഒരു വലിയ ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സ്വതവേ നമ്മൾ ഒരുമിച്ചിട്ട് തന്നെയാണ് കഴിക്കാറ്. ഈ ഒറ്റ ചട്ടിയിൽ എല്ലാവരും ഇരുന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പൊന്നിയരിൻ്റെ ചോറാണ്, ചെറിയ മണി ചോറ്. പിന്നെ മുരിങ്ങക്കറി അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കുട്ടികൾക്ക് ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളകിട്ട കറി അടുത്തതായിട്ട് ഒരു സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തോരൻ അത് കുറച്ച് കൂടുതൽ ഞാൻ ചട്ടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം കുട്ടികൾ കഴിക്കുന്നതാണെങ്കിൽ അവർക്കത് ഹെൽത്തിന് അത്രയും നല്ലതാണല്ലോ. പിന്നെ അയിലയും 2 മത്തി അതും കൂടിയും അതിലിട്ട് കൊടുത്തിട്ട്, പിന്നെ കയ്പ്പക്ക പൊരിച്ചതാണ്. ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. അത് കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കയ്പ്പക്ക പൊരിച്ചത്. പിന്നെ മാങ്ങ അച്ചാർ. അടുത്തതായിട്ട് ഓംലെറ്റ്, അത് 3 മുട്ട കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത്. വേറെ ഒന്നും ഇട്ടിട്ടില്ല, ഉപ്പും പെപ്പറും. പിന്നെ പപ്പടം, അത് നമുക്ക് മസ്റ്റാണല്ലോ പപ്പടം. എല്ലാവർക്കും ഓരോ പപ്പടം വേണം. ഇതിൽ ഞാൻ ഒരു പപ്പടമാണ് വെച്ച് കൊടുക്കുന്നത്. ഒരുമിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ഫീലിംഗ് അത് വേറെ തന്നെയാണ്. കുട്ടികൾക്ക് സെപ്പറേറ്റ് പ്ലേറ്റ് കൊടുക്കാണ്ട് ഇങ്ങനെ ഒരു പ്ലേറ്റിൽ, അത് വലിയൊരു പ്ലേറ്റോ തള് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെ ഫുഡ് കൊടുത്ത് ശീലിച്ച് കഴിഞ്ഞാൽ ഈ വലിയ ഉപകാരം നമുക്ക് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ പ്ലേറ്റ് കഴുകണ്ട, ഞാൻ കണ്ട ഒരു വലിയ ഉപകാരമാണത്. കുറേ പ്ലേറ്റ് ഗ്ലാസ് ഇതെല്ലാം നിരന്ന് കിടക്കേണ്ടവർ നമുക്ക് കഴുകാൻ വേണ്ടിയിട്ട്. എനിക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. നിങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.